കോത്തഗിരിയിലേക്കാണ് മലയൻ കുഞ്ഞൻ ചാനലിൻ്റെ ഇന്നത്തെ ഒരു യാത്ര. കോത്തഗിരിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല സ്പോട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു യാത്ര കോത്തഗിരിയിലേക്ക് തിരിച്ചിട്ടുള്ളത്. ഊട്ടിയും കടന്നിട്ട് വേണം നമുക്ക് കോട്ടഗിരിയിൽ എത്താനായിട്ട്. അപ്പോൾ ഗൂഡല്ലൂർ വഴിയാണ് ഞാൻ ഊട്ടിയിലേക്കുള്ള ഈ ഒരു യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു സ്പോട്ട് ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് പോയ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഊട്ടിയിലേക്ക് ഗൂഡല്ലൂർ വഴി പോകുന്ന ആരാണേലും ഈ കുത്തനെയുള്ള മരങ്ങൾക്കിടയിലൂടെയുള്ള ഈ ഒരു വെളിച്ചവും പിന്നെ ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേക സ്മെല്ലും വണ്ടിക്കൊരു ബ്രേക്ക് ഇട്ട് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകാറുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുമ്പിൽ കാണാൻ പറ്റും കുറച്ച് ഫാമിലീസൊക്കെ വണ്ടി എടുത്ത് വന്നിട്ട് അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു തിരക്കിലാണ്. പിന്നെ സമയം 6:30 മണി തന്നെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വണ്ടികൾ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ പോകുന്ന വഴിയിൽ സൺഷൈനിങ് കണ്ട് കണ്ട് ഇങ്ങനെ വണ്ടി സൈഡാക്കിയതാണ്. വണ്ടിയൊക്കെ ഇവിടെ നിർത്തിക്കണേ. ഭയങ്കര സൺഷൈനിങ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വണ്ടി ഓടിക്കാൻ തന്നെ പറ്റുന്നില്ല. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയാ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സൺഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ആ ഒരു ഏറ്റവും നല്ല എന്താ പറയാ ഭംഗിയായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ ഈ സൺഷൈനിങ് ഉണ്ടാകുന്ന ഒരു സമയത്താണ്. അപ്പോൾ അവിടെയൊക്കെ സൈഡിലൊക്കെ കാണാൻ പറ്റും ഫുള്ളായിട്ട് തേയിലത്തോട്ടമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് സൂര്യൻ ഉദിച്ചു വരുന്നൊരു കാഴ്ചയാണത്. അപ്പോൾ അവിടെ സൺഷൈൻ കണ്ടില്ലേ ഇങ്ങനെ വന്നടിക്കുമ്പോൾ ആ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ ഒരു ഭംഗി ശരിക്ക് ക്യാമറയിൽ എത്രക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും എന്നുള്ള അറിയില്ല. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീൽ തന്നെയാണത്. ആ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ അങ്ങനെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. സൈഡാക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി നോക്കിയതാണ്. വരുന്ന വഴി സൈഡിൽ കണ്ടതാണ്. അപ്പോൾ ഇത് സ്ഥലം കറക്റ്റ് ഊട്ടിയിലെത്തുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ളൊരു സ്പോട്ടാണ്. ഇനി ഊട്ടിക്ക് ഏകദേശം 10-30 കിലോമീറ്റർ ഓടാനുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നല്ലൊരു അടിപൊളി സ്പോട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. ഇത് കണ്ടില്ലേ ഫുള്ള് പച്ചായിട്ട് ഇത് പുല്ലാണ്. പിന്നെ ഇവിടെ സൈഡിലായിട്ടൊരു പുഴയൊക്കെ ഉണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മുമ്പിൽ ഫ്രണ്ടിൽ ഒന്നായിട്ട് വലിയ മലകളാണ് കാണാനുള്ളത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെയൊക്കെ കാണാൻ പറ്റിയത്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇറങ്ങി ഇതൊക്കെ ഒന്ന് കുറച്ച് നേരം ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ സൂര്യനെ കണ്ടില്ലേ നല്ല സൂര്യൻ ഇങ്ങനെ ലൈറ്റ് നല്ല അടിക്കുന്നുണ്ട്. നല്ല സൂര്യൻ ഉദിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഉണ്ടാകുക. ഇപ്പോൾ ഈ ജനുവരി ഫസ്റ്റ് വീക്ക് ഒരു ടൈം ആയതിനെ കൊണ്ടാണ് ഇത്രയും തണുപ്പ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഡിസംബർ ജനുവരി ആ ഒരു ടൈമാണല്ലോ കൂടുതലായിട്ട് ഊട്ടി ഈ ഒരു സമയത്ത് ഈ ഒരു ഏരിയയിലൊക്കെ തണുപ്പുണ്ടാകുന്നത്. പിന്നെ കുറച്ച് ഉച്ചയൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്തും കുറച്ചൊക്കെ ചൂടൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ക്ലൈമറ്റാണ്. ഇവിടുന്ന് കാണുന്ന വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എന്താ പിന്നെ ഇവിടെ നിന്ന് ആ ഭാഗത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വില്ല പോലെ കണ്ടില്ലേ നല്ല അടിപൊളി ഭംഗിയുള്ള ഒരേപോലത്തെ വീടുകളാണ് ആ സൈഡിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഊട്ടി പോകുന്ന സമയത്ത് ഈ ഭാഗത്തൊന്നും ഇറങ്ങാതെ അങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരു സ്പോട്ടാണ്. പക്ഷേ ഇന്നിങ്ങനെ ജസ്റ്റ് റൈറ്റ് സൈഡിൽ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല സ്പോട്ടായിട്ട് തോന്നി ഇവിടെ ഇറങ്ങിയാൽ. പിന്നെ കുറച്ചപ്പുറത്തായിട്ട് തോണി പോലെ മറ്റേ റൗണ്ടിൽ വട്ടത്തോണി എന്നാണ് പറയുന്നത് എൻ്റെ നാട്ടിലൊക്കെ. അതൊക്കെ ആരോ ഒരാൾ തുഴഞ്ഞു പോകുന്നതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെ കിട്ടി ഇവിടെ. ശരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേറെ ഏതോ ഒരു രാജ്യത്ത് ന്യൂസിലൻഡ് അതുപോലുള്ള രാജ്യത്ത് സ്വിറ്റ്സർലാൻഡ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാലുള്ള ആ ഒരു ഫീലാണ് ശരിക്കും അനുഭവപ്പെടുന്നത്. പക്ഷെ ഈ ഒരു ചെറിയ സ്പോട്ട് മാത്രമാണ് ഇത്രക്കും ഒരു ഭംഗിയായിട്ടുള്ളത്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ഊട്ടിയിൽ പോകുന്ന റോഡാണ് ഈ സൈഡിൽ കാണുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഊട്ടിയിൽ പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ സ്പോട്ടൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. നെക്സ്റ്റ് ഇതുപോലുള്ള നല്ലൊരു സ്പോട്ട് എത്തുമ്പോൾ അവിടുന്ന് ഇതുപോലെ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്ത് പോകാനുള്ള ഒരു പ്ലാനിലാണുള്ളത്. ഇപ്പം ഞാൻ ഊട്ടി ടൗൺ ജസ്റ്റ് പാസ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് 33 കിലോമീറ്ററാണ് കോത്തഗിരിയിലേക്കുള്ളത്. ഇതുവരെ ഞാൻ കൂടുതൽ സ്പോട്ടൊന്നും വരുന്ന വഴിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഊട്ടിയിൽ വരുന്ന സ്പോട്ടുകളൊക്കെ എല്ലാവരും ഒരുപാട് തവണ കണ്ടതാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിലാണെന്നുണ്ടെങ്കിലും ഊട്ടിയിലേക്ക് വരുന്ന റൂട്ട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് കരുതുന്നത്. അതുകൊണ്ട് അത് കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നല്ല സ്പോട്ടുകളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോത്തഗിരി എത്തുന്നവരെയുള്ള ഒരു വീഡിയോ ഫസ്റ്റ് ഒരു പാർട്ടായിട്ടും, പിന്നെ കോത്തഗിരി അതുപോലെ തന്നെ കോടനാട്, പിന്നെ അതുപോലെ തന്നെ പൂക്കൽത്തുറൈ അതുപോലുള്ള ഗ്രാമങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ അടുത്തതായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ചാനലിൽ. അപ്പോൾ പോകുന്ന വഴി നല്ല നല്ല സ്പോട്ടുകളൊക്കെ കിട്ടുമ്പോൾ അത് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ 9:30 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഊട്ടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല പോലെ തന്നെ വെയിലടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തണുപ്പ് തീരെ കുറവായിരുന്നു ആ ഒരു ഭാഗത്തൊക്കെ. ഇപ്പോൾ വീണ്ടും ഇങ്ങോട്ട് കയറി വരുന്നതിനനുസരിച്ച് തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട്. ഇപ്പം ഏകദേശം 10 കിലോമീറ്ററൊക്കെ ഊട്ടിയിൽ ഇരുന്ന് അകത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ഏകദേശം 20-25 കിലോമീറ്റർ കൂടെയാണ് കോട്ടഗിരിയിലേക്ക് യാത്ര ചെയ്യാനായിട്ടുള്ളത്. ഇവിടൊക്കെ നല്ല പോലെ തന്നെ വനമേഖലയാണ്. അതുകൊണ്ടാവും ഇത്രയും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ അറിയാം. ഇനി 23 കിലോമീറ്ററാണ് കോത്തഗിരിയിലേക്ക് പോകാനുള്ളത്. പിന്നെ നിങ്ങളിവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണാൻ പറ്റും, റോഡിൻ്റെ സൈഡിലായിട്ട് ചെറിയ പുല്ല്, ഒരു കുറ്റിപ്പുല്ലായിട്ട്. അത് ഈ ഒരു ഊട്ടിയിലെ ഈ ഒരു ട്രാവലിന് നല്ല പോലെ തന്നെ ഭംഗി കൂട്ടുന്നൊരു സംഭവമാണ്. ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് പോകാനുള്ളത്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഈ ഒരു റൂട്ടിൽ വരുമ്പോൾ നമുക്ക് റൂട്ട് മാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നല്ല പോലെ തന്നെ റൂട്ടിൻ്റെ ഒരു ഇതൊക്കെ നെയിം ബോർഡൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കി ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു ഫെസിലിറ്റി ഉണ്ടെന്നുള്ളത് ഈ ഒരു യാത്രയിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഏകദേശം ഒരു 5 കിലോമീറ്റർ കൂടെ മുമ്പിലോട്ട് വന്നപ്പോൾ നമ്മളെല്ലാം ഒരു യാത്രയിൽ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് തേയിലത്തോട്ടങ്ങളും നല്ലൊരു റോഡ് എക്സ്പീരിയൻസും കണ്ണിൽ നല്ല പോലെ തന്നെ കുളിർമയേകുന്ന പച്ചപ്പ്, ഇതൊക്കെ ആയിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ കണ്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല സ്പോട്ടുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ യാത്രകളും ആരംഭിക്കാറുള്ളത്. നമ്മൾ മുമ്പിലോട്ട് പോകുന്നതിനനുസരിച്ച് ഇതുപോലെ നല്ല തേയിലത്തോട്ടങ്ങളുള്ള സ്പോട്ടും, അതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരുപാട് ഫോറസ്റ്റ് ഏരിയ പോലെയുള്ള സ്പോട്ടുകളും മാറി മാറിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഊട്ടിയിലിരുന്ന് ഇതുവരെ കോത്തഗിരിയിലേക്ക് യാത്ര ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് നല്ല സേഫായിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ് ഈ ഒരു റൂട്ട്. കാരണം അങ്ങനെ വന്യജീവി ഇതൊന്നും ഇതുവരെ കാണാനിടയായിട്ടില്ല. അതുകൊണ്ട് തന്നെ സേഫായിട്ടുള്ളൊരു റൂട്ടായിട്ടാണ് ഇതുവരെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഇവിടുത്തെ റോഡാണ്. കാരണം ഇതുവരെ അങ്ങനെ കുണ്ടും കുഴിയുള്ള ഒരു റോഡ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഊട്ടിയിൽ നിന്ന് നമ്മൾ കോത്തഗിരിയിലേക്ക് പോകുന്ന ഈ ഒരു റൂട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു റോഡാണ്. കാരണം ഊട്ടി അപേക്ഷിച്ച് കോത്തഗിരിയെ നോക്കുമ്പോൾ താരതമ്യേന ഉയരം കുറഞ്ഞൊരു പ്രദേശമാണ്. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് ലെഫ്റ്റ് സൈഡിൽ താഴ്വരയിലോട്ട് നോക്കി കഴിയുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് വീടുകളും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഗ്രാമം പോലെ. ഏകദേശം നമുക്ക് പോകാനുള്ളത് ആ കോത്തഗിരി ആ ഒരു ഭാഗത്താണ് എന്നാണ് തോന്നുന്നത്. കറക്റ്റ് അവിടെ പോയി കഴിയുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് താഴോട്ട് ഇറങ്ങി വരുന്നതിനനുസരിച്ചും ഇതിൻ്റെ ഭംഗി കൂടി കൂടി
വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. കാരണം ഒരു നല്ലൊരു താഴ്വരയിലൂടെ പച്ച പുതച്ച് നിൽക്കുന്ന മലകളുള്ള ഒരു താഴ്വരയിലൂടെ യാത്ര ചെയ്യുന്ന ആ ഒരു നല്ല ഫീലിംഗ് അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഞാൻ യാത്ര ചെയ്യുന്നത്. അത് നിങ്ങൾക്കും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് കരുതുന്നത്. നിങ്ങൾ ഊട്ടി ഭാഗത്ത് വരുമ്പോൾ നല്ലൊരു സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഊട്ടിയിൽ വന്നിട്ട് അവിടുന്ന് ഈ ഒരു കോത്തഗിരി വില്ലേജിലേക്കുള്ളൊരു ഈ ഒരു സ്പോട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആവും കിട്ടുന്നത്. റോഡരികിലെ ഈ പ്രത്യേകതരം ചായക്കടകളും പിന്നെ ഒരുപാട് ശില്പങ്ങളൊക്കെ വെച്ചിട്ടുള്ള തമിഴ്നാട്ടിലെ ഇതുപോലുള്ള കോവിലുകളും ഇതൊക്കെ ഒരു യാത്രയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പ്രത്യേക ഘടകങ്ങളാണ്. ഇവിടെ ഇന്നെന്തോ ഡെത്ത് എന്തോ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് പേരൊക്കെ ഇവിടെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാം. പ്രായം കുറഞ്ഞ ഒരാളാണ് മരിച്ചതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ റോഡ് സൈഡിലായിട്ട് ഒരു ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതുപോലെ മരിച്ചു കഴിഞ്ഞാൽ ഫ്ലെക്സൊക്കെ വെക്കുന്നത് പതിവാണ്. ഇനി ഏകദേശം 14-15 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോത്തഗിരിയിലെത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ഇറങ്ങി നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പശ്ചാത്തലങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഞാനൊരു 30-40 ആ ഒരു റേഞ്ചിൽ നമുക്ക് ട്രാവൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള ഈ ഒരു തേയില എസ്റ്റേറ്റുകളൊക്കെ വളരെ ഭംഗിയുള്ള തേയില എസ്റ്റേറ്റുകളാണ് കാണാൻ. ഇവിടുന്ന് കണ്ണെത്താ ദൂരത്തായിട്ട് തേയില എസ്റ്റേറ്റുകളും മലകളും ഒക്കെയാണ് കാണാനായി പറ്റുന്നത്. ഇനി നമുക്ക് കോടനാട് എത്തിക്കഴിഞ്ഞാൽ കാണാനുള്ള എസ്റ്റേറ്റാണ് വളരെ അധികം വലിപ്പവും അതുപോലെ വളരെ ഭംഗിയുള്ളൊരു എസ്റ്റേറ്റാണ് കോടനാട് എസ്റ്റേറ്റ് എന്നാണ് കേട്ടിട്ടുള്ളത്. കോടനാട് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ പഴയ CM അമ്മ ജയലളിത അമ്മയുടെ പേരിലുള്ള ഒരു എസ്റ്റേറ്റാണ്. അപ്പോൾ അതൊക്കെ ഇനി അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കോടനാട് കോത്തഗിരി എത്തുന്നവരെ ഈ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. ഇനി ഏകദേശം 5 കിലോമീറ്ററാണ് ഇവിടുന്ന് കോത്തഗിരിയിലേക്ക് പോകാനായിട്ടുള്ളത്. പിന്നെ വണ്ടിക്ക് ഒരു റെസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി സൈഡാക്കിയതാണ്. അപ്പോഴാണ് ഒരു സംഭവം ശ്രദ്ധിച്ചത്. ഞാൻ ഇതുവരെ 360 ലെൻസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് മഞ്ഞുതുള്ളി കയറിയിട്ട് ഇതുവരെ ഒരു മിഡിൽ എന്തോ ഹൈഡായിട്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. എന്താ പറയുക, ഇപ്പം ഞാൻ ലെൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റോഡ് സൈഡിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ടുള്ളത് ഈ ഒരു വ്യൂ ഒക്കെ ആയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്, താഴെ ആരോ എന്തോ വിറകൊക്കെ പെറുക്കി കൊണ്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് നല്ല തേയിലത്തോട്ടങ്ങളൊക്കെയാണ് കാണാനായിട്ടുള്ളത്. പിന്നെ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ ഒരു റോഡൊക്കെ പോകുന്നത് കാണാൻ പറ്റും. പശ്ചാത്തലത്തിൽ നല്ല മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുന്ന് കാണാനുള്ള കാഴ്ചകൾ. അങ്ങനെ ഒരുപാട് സമയം യാത്ര ചെയ്ത് കോടനാട് ടൗൺ എത്തിയിട്ടുണ്ട്. ഇതാണ് കോടനാട് ടൗണ്. ഇനി ഞാൻ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് കോടനാടിലേക്കാണ്. കോടനാട് എസ്റ്റേറ്റ് വ്യൂ പോയിൻ്റ് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കോത്തഗിരി വന്നിട്ട് കോത്തഗിരിയിലെ കാഴ്ചകൾ കണ്ട് അവിടുന്ന് നേരെ കൂക്കൽത്തുറയിൽ പോകാനാണ് പ്ലാന്. അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ അടുത്തടുത്തായിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ വീഡിയോയും എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.